Hey everyone, എന്തൊക്കെയുണ്ട് വിശേഷം? 0 to a lakh എന്ന് പറയുന്നത് നമ്മുടെ ബ്യൂട്ടിഫുൾ സീരീസിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് റൈറ്റ് നൗ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ സീരീസിന്റെ സെക്കൻഡ് സ്റ്റേജിൽ എത്തിച്ചേർന്നേക്കുവാണ്. ദ ഗോൾ ഈസ് ടു റിവ്യൂ 500 ബിസിനസ്സസ് ഫ്രം കേരള ആൻഡ് മേക്ക് മൈ ഫസ്റ്റ് ₹1,00,000. പക്ഷേ എൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ ഫസ്റ്റ് ചൂസ് ചെയ്ത ലൊക്കേഷൻ കട്ടപ്പന. ആൻഡ് കട്ടപ്പനയിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സഡൻലി ഒരു ചേഞ്ച് ഓഫ് പ്ലാൻ ഉണ്ടായി. നമ്മളൊരു കമ്മ്യൂണിറ്റീനെ ആക്സസ് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ എൻ്റെ മുന്നിലോട്ടേക്ക് വന്നു. ഞാൻ കട്ടപ്പന മെർച്ചൻ്റ് അസോസിയേഷനുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. സെക്രട്ടറിനെ കണക്ട് ചെയ്തു. ആൻഡ് അദ്ദേഹം 1205 ഓൺട്രപ്രണേഴ്സിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എനിക്ക് ഷെയർ ചെയ്തു. ഇതാണ് ആക്ച്വലി ഇതുവരെ ഉള്ള നമ്മുടെ സീരീസിന്റെ അപ്ഡേറ്റ്. ആൻഡ് ഈ ഒരു കോൺടാക്ട്സ് കിട്ടിയതിലൂടെ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്ത് ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റേജിലോട്ടേക്ക് പോവാണ്. റൈറ്റ് നൗ വി ആർ ഗോണ കണക്ട് സം ഓഫ് ദ ഓൺട്രപ്രണേഴ്സ് ആൻഡ് അവരുടെ അടുത്തൊന്നും റിക്വസ്റ്റ് ചെയ്ത് നോക്കാം നമ്മളിത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ. ഇന്നത്തെ ദിവസം കോൾ ചെയ്യാനാണ് നോക്കുന്നത്. നമ്മളൊരു 5 ഓൺട്രപ്രണേഴ്സിനെ ഫസ്റ്റ് ഓഫ് ഓൾ കൺവിൻസ് ചെയ്തിട്ട് അവരുടെ അടുത്ത് പോയി വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പോരായ്മകളും നോക്കിയിട്ട് പിന്നീട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാമല്ലോ. ആൻഡ് ഇവിടെ കോളിന് വേണ്ടി ഞാനൊരു പാറ്റേണും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ആദ്യത്തെ ആളെ വിളിക്കാം അല്ലേ. ബേസിക്കലി വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഒരു ഓൺട്രപ്രണറിനെയാണ് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കൊരു പ്രോപ്പർ ഗോൾ ഉണ്ട്. നമുക്ക് ആരാണോ അത് എൻ്റെ ഫോൺ കോൾ എടുക്കുന്നത് അവരെ നമുക്ക് ഒരു രീതിയിലും ബോറടിപ്പിക്കാനോ നെഗറ്റീവ് ആക്കാനോ പാടില്ല. വി ഷുഡ് ഇംപ്രസ് ദം. അതാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ്. സോ മാക്സിമം നമ്മൾ കുറച്ച് വേർഡ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് ചെറിയൊരു കോൾ പാറ്റേൺ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് വർക്ക് ആവുമെന്ന് വിശ്വസിക്കാം. ആൻഡ് ഈ ഒരു കോൾ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് മൈ ലൈഫിൽ. ഞാൻ ഇതിന്റെ മുന്നേ ആരെയും ഇങ്ങനെ കോൾ ചെയ്തൊന്നും വിളിച്ചിട്ടില്ല. എന്തായാലും നോക്കിയേക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. എൻ്റെ റിസൾട്ട് എന്തോടെ ആവും, നമുക്ക് എത്ര പേര് ഇത് കോൺടാക്ട് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ എത്ര പേരെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സോ ലെറ്റ്സ് ഗോ ആൻഡ് ചെക്ക് വാട്ട്സ് ഗോണ ഹാപ്പൻ ഓൺ ദിസ് വീഡിയോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ കോളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ആരെ വിളിക്കാം? നമുക്ക് ആദ്യത്തെ ആളെ കോണ്ടാക്ട് ചെയ്യാം. ഇതാണ് സ്റ്റോറിന്റെ പേര്. ഓണറിന്റെ പേര് വരുന്ന പുള്ളി എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യണത്, ഏത് രീതിയിലാണ് പോകുന്നത് എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഇതാണ് നമ്മുടെ പരിപാടിയുടെ ദ ഫസ്റ്റ് കോൾ ഫ്രോം. വളരെ ഹോപ്പ്ഫുള്ളി നല്ല രീതിയിൽ പോകട്ടെ. ഓക്കെ, ഹലോ ആണോ? ഓക്കെ ചേട്ടാ, ചേട്ടൻ ഇപ്പൊ ബിസി ആണോ? ചേട്ടാ, എന്റെ പേര് അനന്തു എന്നായിരുന്നേ. ഞാന് ഒരു ചെറിയൊരു എൻക്വയറി ചെയ്യാൻ വേണ്ടി വിളിച്ചതായിരുന്നു. ചേട്ടാ, എനിക്ക് ചേട്ടൻ്റെ നമ്പർ കിട്ടിയത് കട്ടപ്പന മെർച്ചൻ്റ് അസോസിയേഷൻ സെക്രട്ടറിയുടെ അടുത്തുനിന്നായിരുന്നു. ബേസിക്കലി ഞാനൊരു മീഡിയ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരു പ്രോജക്റ്റ് ഇപ്പൊ ചെയ്യുന്നുണ്ട്. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിലുള്ള 500 ബിസിനസ്സുകളിൽ റിവ്യൂ ചെയ്തിട്ട് അതിന്റെ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്തിട്ടായിരുന്നു. അപ്പൊ എനിക്ക് അതിന് ചേട്ടന്റെ ബിസിനസ് റിവ്യൂ ചെയ്യാൻ പറ്റുമോ, ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ഞാൻ വിളിച്ചത്. ഓക്കെ ചേട്ടാ, താങ്ക് യു വെരി മച്ച്. ഫസ്റ്റ് വൺ റീസെറ്റ് ചേട്ടൻ ഡൗൺ. എൻ്റെ പിന്നെ ഇതിപ്പോൾ എന്താവുമെന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മുടെ ഫസ്റ്റ് റിജക്ഷൻ ആട്ടോ ഈ ഒരു പ്രോജക്റ്റിൻ്റെ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് റിജക്റ്റ് ചെയ്യണം. ഓൾറെഡി നമ്മൾ ഈ ലിസ്റ്റിൽ മാർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ബെറ്റർ. പിന്നെ ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഐ ഹാവ് നെവർ ഡൺ ദിസ് പരിപാടി. അതായത് ഞാൻ കോൾ ചെയ്ത് ഒരാളെ കൺവിൻസ് ചെയ്തു. എനിക്ക് വേറെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ തുടക്കത്തിലുള്ള കോൺവെർസേഷൻസ് ഒക്കെ കുറച്ച് അലമ്പാവാനുള്ള നല്ല രീതിയിലുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഓവർ ദ പീരീഡ് ഓഫ് ടൈം ബെറ്ററായി വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കാം നമുക്ക്. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഐ തിങ്ക് നമ്മുടെ കോൺവെർസേഷൻ കുറച്ച് ഈ കസ്റ്റമർ കെയർ ഒക്കെ വിളിക്കുന്ന പോലെ വരുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. നമുക്ക് അതിലൊരു മാറ്റം വരുത്തുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. സോ വി ആർ മൂവിങ് ടു ടുഡേസ് തേർഡ് കോൾ. ആരെ നോക്കാം? PSM സ്റ്റോർ മിസ്റ്റർ അബ്ദുൽ റോഷൻ. നമുക്ക് ട്രൈ ചെക്ക് ചെയ്ത് നോക്കാം. PSM സ്റ്റോർ ബേസിക്കലി മലഞ്ചരക്കാടിയാണ് മിക്കവാറും. ട്രൈ ഔട്ട് ചെയ്ത് നോക്കാല്ലേ. ഹലോ, ഇത് മിസ്റ്റർ അബ്ദുൽ റാഷീദ് ആണോ PSM സ്റ്റോറിന്റെ ഓണർ?
ചേട്ടാ തിരക്കല്ലാണോ ഇപ്പൊ? അതിന്റെ പേര് അനന്തു എന്നാണ്. എനിക്ക് ചേട്ടന്റെ നമ്പർ നമ്മുടെ മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറിയുടെ അടുത്ത് നിന്നാണ് കിട്ടിയേ. അപ്പൊ ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. ചേട്ടാ ഞാൻ ഇപ്പൊ ഒരു മീഡിയ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുവാണ്. അപ്പം ഞാനിപ്പോ ഒരു പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ചേട്ടനെ വിളിക്കണേ. നമ്മൾ ഉദ്ദേശിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ 500 ബിസിനസ്സുകൾ റിവ്യൂ ചെയ്ത് അത് എന്റെ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുവാണ്. അപ്പൊ എനിക്ക് ചേട്ടന്റെ സ്റ്റോർ ഒന്ന് റിവ്യൂ ചെയ്ത് എന്റെ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ചേട്ടൻ അതിന് ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടി കോൺടാക്ട് ചെയ്യണേ. വീഡിയോ എന്റെ യൂട്യൂബ് ചാനലിലായിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അത് കൂടുതലും ഞാനിപ്പോ നിലവിലെ കട്ടപ്പനയിലുള്ള വീഡിയോസ് ചെയ്യുന്ന കാരണം കട്ടപ്പനയിലുള്ള ആൾക്കാർ എന്റെ ചാനലിലെ വീഡിയോസ് കാണും. അപ്പൊ ചേട്ടന്റെ കട കൂടുതൽ ആൾക്കാരിലോട്ടേക്ക് എത്തുവാണ് ചെയ്യുന്നത്. അപ്പം ഇതെന്ന് പറയുമ്പോഴത്തേനും എന്റെ ഒരു ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയ ചെറിയ ബിസിനസ് ഓണേഴ്സിനെ കൂടുതൽ ആൾക്കാരിലോട്ടേക്ക് എത്തിക്കണം എന്നുള്ള ഒരു വിഷൻ വെച്ചിട്ടാണ് നിലവിൽ ഈ ഒരു പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പം ചേട്ടൻ അതിന് ഓക്കെ ആണോ? എന്നെ സഹായിക്കുമോ ചേട്ടൻ? അപ്പൊ ഇതിന് വെറും ചേട്ടാ ഞാൻ ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വെറും ഒരു 200 റുപ്പീസേ ഉള്ളൂ. അപ്പൊ നമ്മള് വലിയ എമൗണ്ട് ഒന്നും ചാർജ് ചെയ്യുന്നില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ നിലവിൽ പുഷ് ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാ. എന്താ ചേട്ടൻ ഓക്കെ ആണോ? അതെ അല്ലേ? അപ്പൊ ഞാനിങ്ങനെ എങ്ങനെയാ ചേട്ടനെ കോൺടാക്ട് ചെയ്യണം? ഞാൻ എന്റെ ഡീറ്റെയിൽസ് വല്ലതും ഞാൻ ചേട്ടന് ഷെയർ ചെയ്ത് തരണോ? ഓക്കെ, ഓഫ് കോഴ്സ്. അപ്പൊ ഞാൻ ചേട്ടന്റെ ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ടോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ചേട്ടന്റെ നിലവിൽ ഞാനിപ്പോ എന്റെ ചാനലിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ട് തരാം വാട്സപ്പില്. എന്നിട്ട് ഞാൻ ചേട്ടനെ ഇനി കോൺടാക്ട് ചെയ്യാം. ഹോപ്പ്ഫുള്ളി എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ. ഓക്കെ ഏട്ടാ, താങ്ക് യു വെരി മച്ച്. സക്സസ്ഫുൾ. ഈ PM സ്റ്റോഴ്സിനെ ഞാൻ സത്യം പറഞ്ഞാൽ കോൺടാക്ട് ചെയ്യണോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വലിയ നഷ്ടമായാലും പുള്ളി ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് പുള്ളിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. പുള്ളി തന്നെ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യാം. ഈ വൺ മിസ്റ്റർ അഭിലാഷ് സ്റ്റോൺ ഉണ്ട്. സൈക്കിൾ ഷോപ്പാണോ? ഇത് ചെക്ക് ചെയ്ത് നോക്കട്ടെ. സൈക്കിൾസ് ടോയ്സും കാര്യങ്ങളൊക്കെ സെല് ചെയ്യുന്ന ഷോപ്പാണ്. പുള്ളി നോട്ട് റീച്ചബിൾ ആണ്. കുറച്ചങ്ങോട്ട് കോൾ ചെയ്യും. നിലവിൽ നമ്മൾ 1, 2, 3, 4, 5, 6 പേരെ കോണ്ടാക്ട് ചെയ്തു. അതിൽ ഒരാൾ ഓക്കെ പറഞ്ഞു. ബാക്കി 5 പേര് ഓക്കെ ആണ്. ഇതിൽ 5 പേരുണ്ട് ബേസിക്കലി. അബ്ദുൽ മനാഫ് ഉണ്ട്. പക്ഷേ പുള്ളി ഇതുവരെ ബിസിയാണ്. ഒരു 5 മിനിറ്റ്സ് പറഞ്ഞിട്ട് നോക്കാം. അടുത്ത 3 കൂടെ ചെയ്യാം. ഈ ചേട്ടൻ അഭിലാഷ് സ്റ്റോൺ ഇപ്പം സ്വിച്ച് ഓഫ് ആണ്. പിന്നീട് ട്രൈ ചെയ്യാം. ഒരു ട്രേഡിംഗ് കമ്പനി ഉണ്ട്. അതിൻ്റെ പേര് ക്ലിയർ അല്ല. ഒരു പൂമറ്റം ട്രേഡിംഗ് കമ്പനിയാണ്. നെസ്റ്റ് ടാർഗറ്റ് ആൻഡ് ഇത് ഓണറിന്റെ പേര് എബിൻസി പൂമറ്റം. ഹലോ, ഇത് എബിൻസി പൂമറ്റം. ഫ്രീ ആണോ ഇപ്പോൾ? ഒരു 5 മിനിറ്റ്സ്. ചേട്ടാ എൻ്റെ പേര് അനന്തു എന്നായിരുന്നു. ഞാൻ ഒരു എൻക്വയറി ആയിട്ട് വിളിച്ചാണ്. ഞാനിപ്പോൾ നിലവിൽ ഒരു മീഡിയ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനെ ബേസ് ചെയ്ത് ഞാനിപ്പോൾ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേരളത്തിലുള്ള 500 മൈക്രോ ബിസിനസ്സുകൾ റിവ്യൂ ചെയ്ത് എൻ്റെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റിലോട്ടേക്ക് എത്തിച്ചേർന്ന ഒരു പ്രോജക്റ്റ് ആണ്. ഫ്രം 0 to a lakh എന്നാണ് ഒരു പ്രോജക്റ്റിന്റെ പേര്. അപ്പം എനിക്ക് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചേട്ടൻ്റെ സ്ഥാപനം ഒന്ന് റിവ്യൂ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് കോൺടാക്ട് ചെയ്തായിരുന്നു. ഞാൻ അടിമാലിയിൽ നിന്നാണ് വിളിക്കണേ. എനിക്ക് നമ്പർ കിട്ടിയത് കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറിയുടെ അടുത്തുനിന്നായിരുന്നു. അദ്ദേഹമാണ് എനിക്ക് ഡാറ്റാസ് കളക്ട് ചെയ്ത് തന്നെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിലവിൽ ഇപ്പോൾ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. ഇതേപോലെ മൈക്രോ ബിസിനസ്സുകളുടെ വീഡിയോ എടുത്തിട്ട് ഞാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിലോട്ടേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. എനിക്കിപ്പോൾ ബേസിക്കലി ചെറിയൊരു പ്ലാറ്റ്ഫോമാണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു 150 to 500 ഡെയിലി റീച്ച് പ്ലാറ്റ്ഫോമിൽ പോകുന്നുണ്ട്. ഒരു ഷോർട്ട് ഫോം കോണ്ടന്റ്, ഒരു ലോങ് ഫോം കോണ്ടന്റ് ആണ് ഞാൻ ഓരോ മൈക്രോ ബിസിനസ്സിൽ നിന്നും പ്ലാൻ ചെയ്യണേ. കട്ടപ്പന ബേസ് ചെയ്ത് ഞാൻ മൾട്ടിപ്പിൾ വീഡിയോ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഓരോരുത്തരെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കട്ടപ്പന ബേസ് ചെയ്ത് എനിക്കൊരു ഓഡിയൻസ് സ്പേസ് ഉണ്ടാവും. അപ്പോൾ ചേട്ടൻ്റെ സ്ഥാപനം കുറച്ചും കൂടെ ആൾക്കാരിലോട്ടേക്ക് എത്തിച്ചേരും.
പിന്നെ നമുക്കൊരു മാർക്കറ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാമല്ലോ. ഒരുപാട് ചാർജ് ഒന്നുമില്ല ചേട്ടാ, ജസ്റ്റ് 200 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ ഞാൻ 500 ബിസിനസ് 200 റുപ്പീസിന് റിവ്യൂ ചെയ്യുമ്പോഴത്തേനും എനിക്കൊരു 1 lakh എന്നുള്ളൊരു ഗോളിലോട്ടേക്ക് എത്തിച്ചേരാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കണേ. മൈക്രോ ബിസിനസ്സുകളെയും കൂടെ ഒന്ന് എംപവർ ചെയ്യുക, കുറച്ചും കൂടെ ഓഡിയൻസിലോട്ടേക്ക് കുറച്ചും കൂടെ സ്പേസിലോട്ടേക്ക് എത്തിക്കുക എന്നുള്ളൊരു മോട്ടീവാണ് ഇതിൻ്റെ പുറകിലുള്ളത്. കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ? ഓക്കെ ഏട്ടാ, താങ്ക് യു വെരി മച്ച്. ഞാനപ്പോൾ അങ്ങനെയാണെങ്കിൽ ചേട്ടൻ എൻ്റെ ചാനലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പ് ചെയ്യാം, ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്യാമല്ലോ. താങ്ക് യു വെരി മച്ച് ചേട്ടാ. ഞാൻ എന്തായാലും ഡീറ്റെയിൽസ് ഇപ്പോൾ തന്നെ വാട്സാപ്പിൽ ഷെയർ ചെയ്യാവേ. താങ്ക് യു ചേട്ടാ, താങ്ക് യു വെരി മച്ച്. സക്സസ്ഫുൾ. അപ്പോൾ 2 പേരും ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ഡീല് ക്രാക്ക് ചെയ്തിട്ടുണ്ട്. സോ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് വൺ. എബിൻ തോമസ്, ഇഷ്ടം ഡെക്കോർ. This is a beautiful one. Okay, ഇഷ്ടം ഡെക്കോർ കൊള്ളാം. ഇഷ്ടം ഡെക്കോർ നമുക്ക് കോൺടാക്ട് ചെയ്ത് നോക്കാം. എബിൻ തോമസ് 70. ഹലോ, ഇത് ഇഷ്ടം ഡെക്കോറിന്റെ ഓണർ മിസ്റ്റർ എബിൻ തോമസ് ആണോ? ഹായ് ചേട്ടാ, ആർ യു ഫ്രീ റൈറ്റ് നൗ? ഓക്കെ ചേട്ടാ, ഹലോ, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് അനന്തു എന്നായിരുന്നേ. ചേട്ടാ, ഞാനിപ്പോൾ നിലവിൽ ഒരു മീഡിയ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ ഒരു പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ചേട്ടനെ കോൺടാക്ട് ചെയ്ത് എനിക്കൊരു ഹെൽപ്പ് ചേട്ടൻ്റെ അടുത്തത് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ബേസിക്കലി ഞാനിപ്പോൾ കണക്ട് ചെയ്തത്. സംഭവം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ, ഞാൻ എൻ്റെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പുഷ് ചെയ്യാണ്, ഒരു സീരീസ് ഒക്കെ ചെയ്യാണ്, ഫ്രം 0 to a lakh എന്ന് പറഞ്ഞ്. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 ബിസിനസ്സസ് നമ്മുടെ കേരളത്തിലുള്ളത് റിവ്യൂ ചെയ്തിട്ടാണ്. അപ്പം എനിക്ക് ചേട്ടന്റെ ബിസിനസ് ഒന്ന് റിവ്യൂ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ഞാൻ ചേട്ടനെ കോൺടാക്ട് ചെയ്തത്. ഓക്കെ, അതായത് ചേട്ടാ, ഞാൻ ബിസിനസ് റിവ്യൂ എടുത്തിട്ട് ഞാൻ എൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇത് അപ്ലോഡ് ചെയ്യും യൂട്യൂബിൽ. ഞാൻ ഉദ്ദേശിക്കണേന്ന് പറഞ്ഞാൽ ഒരു ലോങ് ഫോം വീഡിയോയോ അതേപോലെ തന്നെ ഒരു ഷോർട്ട് ഫോം വീഡിയോയും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഞാനിപ്പോൾ കട്ടപ്പനയില് മൾട്ടിപ്പിൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് കട്ടപ്പന ബേസ് ചെയ്ത ഒരു ഓഡിയൻസ് എന്തായാലും ജനറേറ്റ് ചെയ്യും. അപ്പൊ കട്ടപ്പനയില് ചേട്ടന്റെ ബിസിനസ്സുകൾ ആൾക്കാരിലോട്ടേക്ക് എത്തിച്ചേരാൻ കൂടുതൽ എക്സ്പോഷർ കിട്ടും. അതേപോലെ തന്നെ ചേട്ടന് ഇതൊരു മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ആണല്ലോ. ഒരു 200 റുപ്പീസിനാണ് ഞാൻ ഒരു ബിസിനസ് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്നാന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള മൈക്രോ ബിസിനസ്സുകളെ ഒന്നുകൂടെ ഒന്ന് എൻകറേജ് ചെയ്യുക, അവരെ ഒന്നും കൂടെ ഒരു ഓഡിയൻസിലോട്ടേക്ക് എത്തിക്കുക, അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ വൺ ഓഫ് ദി അതർ മോട്ടീവ്. ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? താങ്ക് യു വെരി മച്ച് ചേട്ടാ, ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ എങ്ങനെയാണെങ്കിൽ ചേട്ടന് ഞാൻ എന്തോ ഓക്കെ ഏട്ടാ, താങ്ക് യു വെരി മച്ച്. ഞാൻ എങ്ങനെയാണെങ്കിൽ ചേട്ടന്റെ ഈ നമ്പറിലോട്ടേക്ക് ഞാൻ എന്റെ ചാനലിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം, ചേട്ടന് വെരിഫൈ ചെയ്യാലോ. എന്നിട്ട് ഞാൻ ഇപ്പൊ റിവ്യൂസ് ഷൂട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യത്തെ ഒരു 5 ഓൺട്രപ്രണേഴ്സ് ഓക്കെ പറഞ്ഞിട്ട് ഞാൻ വരാമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പം അതായിട്ട് ഞാൻ ചേട്ടനെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ആ ഒരു ടൈമിൽ ചേട്ടൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാം. 200 ആവുന്നുള്ളൂ കേട്ടോ, 200 രൂപ മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? ആണല്ലേ? ആഹാ, അപ്പൊ മീൻസ് ഏതൊക്കെയാണ് സ്റ്റോഴ്സ്? ഓക്കെ ഓക്കെ. ആഹാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 വീഡിയോ ചെയ്താലോ? ഓക്കെ ചേട്ടാ, എനിക്ക് അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്റ്റോഴ്സിന്റെ പേരൊന്ന് ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ ഇട്ട് തരാമോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് 5 വീഡിയോ ആയി. എന്നിട്ട് എനിക്ക് ആദ്യം ഓക്കെ പറഞ്ഞ PSM സ്റ്റോഴ്സ് ആണ്, ഒരു അബ്ദുൾ റഷീദിന്റെ. പിന്നെ ഉള്ളത് APG പൂമറ്റ ട്രേഡിംഗ് കമ്പനി, APG പൂമറ്റത്തിന്റെ. ഓക്കെ ചേട്ടാ, അപ്പൊ താങ്ക് യു വെരി മച്ച്. എന്റെ ആദ്യത്തെ ടാർഗറ്റ് അച്ചീവ് ആയിക്കോളെ. ഓക്കെ ഏട്ടാ, ഞാൻ എന്തായാലും ചേട്ടൻ ഇപ്പൊ തന്നെ വാട്സപ്പ് ചെയ്യാവേ. ശരി ഏട്ടാ, താങ്ക് യു വെരി മച്ച്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഫസ്റ്റ് കോൾ ആയിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ചില തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളത് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എഡ്യൂക്കേറ്റ് മീ ആൻഡ് നിങ്ങളുടെ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. എല്ലാം നന്നായിട്ട് വരട്ടെ. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ വാല്യുബിൾ സപ്പോർട്ട് ഗൈസ്.